Hi friends, salt and pepperil നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം പോത്ത് ഉലർത്തിയതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നും ഇത് തയ്യാർ ചെയ്യുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നോക്കാം. ഇൻഗ്രീഡിയൻസ്: കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി 25 ഗ്രാം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 25 ഗ്രാം, മുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, സവോള അരിഞ്ഞത് 100 ഗ്രാം, തക്കാളി അരിഞ്ഞത് 2 എണ്ണം, പച്ചമുളക് അരിഞ്ഞത് 2 വലുത്, വറ്റൽമുളക് 3 എണ്ണം, പോത്തിറച്ചി 200 ഗ്രാം. ആദ്യം പോത്തിറച്ചി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, സവോള എണ്ണയിൽ വഴറ്റിയതും കൂടി കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് ചൂടാകുമ്പോൾ 2.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇഞ്ചി 25 ഗ്രാം, വെളുത്തുള്ളി 25 ഗ്രാം ഇവ ചേർത്ത് മൂപ്പിക്കുക. ഇതിലേക്ക് സവോള അരിഞ്ഞത് 50 ഗ്രാം ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് വഴറ്റണം. വഴന്നു വരുമ്പോൾ പച്ചമുളക് 2 എണ്ണം അരിഞ്ഞു വെച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പോത്തിറച്ചി നമ്മൾ വേവിച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തതാണ്, അതനുസരിച്ച് വേണം പിന്നീട് ഉപ്പ് ചേർക്കാൻ. ഇവയെല്ലാം കൂടി വഴഞ്ഞു വരുമ്പോൾ മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി 1/4 ടീസ്പൂണും ചേർത്ത് ഇളക്കണം. പിന്നീട് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച ശേഷം പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂണും ചേർത്ത് ഇളക്കി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പോത്തിറച്ചിയും ചേർത്ത് മിക്സ് ചെയ്യണം. അല്പം വെള്ളം കൂടി ഒഴിച്ച് തിളച്ചു വന്നതിനു ശേഷം വറ്റിച്ചെടുക്കുക. വറ്റി വരുമ്പോൾ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് ഇളക്കണം. വറ്റൽമുളക് 2 എണ്ണം മുറിച്ചതും ചേർക്കുക. ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്തിളക്കി 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വാങ്ങാം. പിന്നീട് ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഏത് സമയത്തും ഏത് ഭക്ഷണത്തിനൊപ്പവും ആസ്വദിക്കാൻ കഴിയുന്ന ഈ വിഭവം തയ്യാറാക്കുന്നതിനൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.